ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വീഡിയോസ് ഇല്ല, സെയിൽ നിർത്തിയോ, അതുപോലെ തന്നെ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തോന്നൊക്കെ. നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഫാമിലി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ നെറ്റ്വർക്കും ഇതുവരെ കറക്റ്റായിട്ട് റെഡി ആയിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാത്തത് കേട്ടോ. നമ്മൾ വാട്സപ്പിൽ മാക്സിമം റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കൊടുക്കാനോ റിപ്ലൈ കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള പുതിയൊരു മെറ്റീരിയൽ കിറ്റുമായിട്ടാണ്. ഹെയർ ആക്സസറീസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കിറ്റാണ്. ഒരുപാട് പേരെ നമ്മളോട് ചോദിക്കുന്നു നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു കിറ്റ് ചെയ്യുമെന്നുള്ളത്. നമ്മൾ എല്ലാ മെറ്റീരിയൽസും ആഡ് ചെയ്തിട്ടില്ല, കാരണം എല്ലാ മെറ്റീരിയൽസും കുറച്ച് ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു ബഡ്ജറ്റിൽ അത് ഒതുങ്ങില്ല. അതുകൊണ്ടാണ് കുറച്ച് ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കിറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം എന്താ പറയുക, താഴെ ഡിസ്ക്രിപ്ഷനിലും ക്യാപ്ഷനിലും കൊടുത്തിട്ടുള്ള വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. കോൾ ചെയ്യരുത്, മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കിറ്റിനകത്ത് ഫസ്റ്റ് വരുന്നത് ഇതുപോലെയുള്ള വയർ ഹെയർ ബാൻഡ്സ് ആണ്. 8 പീസ് വയർ ഹെയർ ബാൻഡ് ഉണ്ടാവും. കോപ്പർ ഷെയ്ഡ് തന്നെയാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ 8 പീസ് വയർ ഹെയർ ബാൻഡ് ഉണ്ടാവും. പിന്നെ വരുന്നത് ഇതുപോലെയുള്ള വീതിയുള്ള ഗോൾഡൻ ഹെയർ ബോസ് ഉണ്ടല്ലോ, വീതിയുള്ള ടൈപ്പാണ്. ഇത്ര വീതി ഉണ്ട് കേട്ടോ. അത് 2 പീസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ എലാസ്റ്റിക് ബ്രേസ്ലെറ്റ് ചെയ്യാനും മാല ചെയ്യാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക്കിനെ ഉപയോഗിക്കാം. ഓക്കെ, അതിനുശേഷം കോപ്പർ വയറിൻ്റെ ഒരു റോളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് 2 പീസ് അലിഗേറ്റർ ക്ലിപ്പ്. ഗോൾഡനോ അതല്ലാന്നുണ്ടെങ്കിൽ നിക്കൽ ഷെയ്ഡോ അല്ലെങ്കിൽ സിൽവർ ഷെയ്ഡോ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം കട്ട് ബാങ്കിൾ 2 പീസ്, ഏതെങ്കിലും 2 കളറായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡുമാണ് വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും 2 ഡിഫറെൻറ്റ് ഷെയ്ഡോ അതല്ലാന്നുണ്ടെങ്കിൽ സെയിം ഷെയ്ഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം വരുന്നത് മെമ്മറി വയർ. ഒരുപാട് പേര് പറയുന്നത് ഞങ്ങൾക്ക് കട്ട് ചെയ്ത് തരും, കാരണം കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു കിറ്റിനകത്ത് ഇതുപോലെ കട്ട് ചെയ്ത് 2 പീസായിട്ടായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് വരുന്നതാണ് ബീഡ്സിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നത് പേസ്റ്റൽ ബീഡിൻ്റെ ഒരു 30 ഗ്രാമിൻ്റെ മിക്സാണ്. ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ എന്താ പറയുക അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റൽ ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. 30 ഗ്രാമിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇതുപോലെ ഒരു പാക്കറ്റായിട്ടാണ് വരിക. മാക്സിമം പെയറായിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വലിയ ബീഡ്സ് എല്ലാം പെയറായിട്ട് തന്നെയായിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു കിറ്റിനകത്ത് കേട്ടോ. ഈ ഒരു വലിയ ഫ്ലവർ ചിലപ്പോഴാണ് എല്ലാ കിറ്റിലും ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ ഒരു ചെറിയ ഫ്ലവറും, ബാക്കി എല്ലാ ഐറ്റംസും എല്ലാ കിറ്റിലും ഉണ്ടാവും. ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് പേസ്റ്റൽ ബീഡും ആഡ് ചെയ്തിട്ട് 30 ഗ്രാം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എല്ലാം വോയിസ് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ടാണ് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും വീഡിയോയിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ മിക്സ് ചെയ്ത് തരുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 30 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 2-3 ടൈപ്പും കൂടെ പേസ്റ്റൽ ബീഡ്സ് ഉണ്ട്. പക്ഷേ അത് ആഡ് ചെയ്താൽ ഇനിയും ക്വാണ്ടിറ്റി കൂടും. 3 അല്ല, അതിൽ കൂടുതലുണ്ട് തോന്നുന്നു. വേറൊരു ടൈപ്പ് 2-3 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്, ഹാർട്ട് ഷേപ്പ് ഉണ്ട്, 2 ടൈപ്പ് സ്റ്റാർ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ഇനിയും ക്വാണ്ടിറ്റി കൂടും, അപ്പോൾ ബഡ്ജറ്റും കൂടും. അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ഷൈനിങ് ബീഡ്സ്, ഗ്ലാസ് ബീഡ്സ് ഉണ്ടല്ലോ. ഇതും ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക 30 ഗ്രാമാണ്. ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാറ്റേൺസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഫ്ലവർ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, അതായത് കുഞ്ഞ് ഫ്ലവർ. ഞാൻ ഇതിലത് ആഡ് ചെയ്തിട്ടില്ല, അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കഴിയാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞ് ഫ്ലവർ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഈ ഡിസൈൻസ് എല്ലാം ഉണ്ടാവും. ഈ ഒരു വലിയ ക്യാൻഡി, ചെറിയ ക്യാൻഡി ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ ബീഡ്, ഈ ടൈപ്പിൽ വരുന്ന ഫ്ലവർ ബീഡ്, ഈ ഒരു ബണ്ണി ഹെഡ് എല്ലാം ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ വരുന്ന പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ബോൾ. ഇത് ഇതുപോലെ മൾട്ടി കളറായിട്ടാണ് ഉണ്ടാവുക. അതിനകത്ത് എനിക്ക് തോന്നുന്നു 20 ഗ്രാമാണ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വീഡിയോയിൽ കാണുന്ന ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 20 ഗ്രാമിൻ്റെ പാക്കറ്റായിരിക്കും ഉണ്ടാവുക കേട്ടോ.
ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതെല്ലാം മിക്സഡ് ആയിട്ട് ഒരു കവറിലായിരിക്കും ഉണ്ടാവുക. ചെറിയ ബീഡ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാക്സിമം പാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സ് മാക്സിമം സെപ്പറേറ്റ് പാക്കിംഗ് ആയിരിക്കും, കാരണം കുറച്ച് റേറ്റ് കൂടുതലുള്ള കിറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം സെപ്പറേറ്റ് ആയിരിക്കും ഇത്തവണ പാക്കിംഗ് ഉണ്ടാവുക. നെക്സ്റ്റ് ഈ ഒരു ഗ്ലാസ് എഫക്റ്റിൽ വരുന്ന സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസും എന്താ പറയുക, സിംഗിൾ കളറായിട്ട് തരുമോ മൾട്ടി കളറായിട്ട് തരുമോ എന്ന് ചോദിച്ച് എൻക്വയറി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബീഡാണിത്. ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ടിങ് വരുന്ന ടൈപ്പിൽ വരുന്ന ഒരു ബീഡ്. ഇതിൻ്റെ 20 ഗ്രാമിൻ്റെ ഇതേപോലെ മൾട്ടി കളറായിരിക്കും ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷൈനി ടൈപ്പിൽ വരുന്ന 8 mm ബോൾ ബീഡ്. ഇതും 20 ഗ്രാമാണ് ക്വാണ്ടിറ്റി ഉണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് 3D എഫക്റ്റിൽ 3D വരുന്ന ഒരു ഗ്ലാസ് എഫക്റ്റ് തരുന്ന ഒരു ബോൾ ബീഡ് 8 mm വരുന്നത് തന്നെയാണ് ഉണ്ടാവുക. ഇതുപോലെ മൾട്ടി കളറിൻ്റെ പാക്കറ്റ് ആയിരിക്കും. കളേഴ്സ് ചിലപ്പോൾ ചേഞ്ച് വരും, കാരണം നമ്മൾ മൾട്ടി കളർ നമുക്ക് കിട്ടുന്ന കളർ അനുസരിച്ചായിരിക്കും. എന്തായാലും മൾട്ടി കളർ തന്നെ ആയിരിക്കും. 4 കൂടുതൽ കളേഴ്സ് എന്തായാലും ഉണ്ടാവും. മാക്സിമം 6 കളറായിരിക്കും ഉണ്ടാവുക ഇതിനകത്ത് കേട്ടോ. അടുത്തത് വരുന്നത് ഗ്ലാസ് ബീഡ്. നിങ്ങൾക്ക് ആ ഒരു ബാങ്കിൾ ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഒരു 7 mm വരുന്ന ഗ്ലാസ് ബീഡ്സാണ്. ഇതിൻ്റെ 8 അല്ല 9 mm ഈ ഒരു ബീഡിൻ്റെ മിക്സിനകത്ത് ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലവർ, റോസ് ഫ്ലവർ 10 പീസായിരിക്കും ഉണ്ടാവുക. ഒരു ഗോൾഡൻ ഹെയർ ബാൻഡിലോ അലിഗേറ്റർ ക്ലിപ്പിലോ ഏതിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് വരുന്നത് ഷൈനിങ് വരുന്ന ടൈപ്പിലുള്ള ഈ ഒരു ബീഡ്സിൻ്റെ മിക്സാണ് ഉണ്ടാവുക. മാക്സിമം ഈ ഒരു സെയിം ഡിസൈൻസ് തന്നെയാണ് ഉണ്ടാവുക. ഇതിനകത്തിപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഐറ്റംസും സെയിം തന്നെ ഉണ്ടാവുക കേട്ടോ. ചിലപ്പോൾ ഈ ഒരു സ്റ്റാറും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് എന്തായാലും സ്റ്റാറും ഈ ഫ്ലവറൊക്കെ ഉണ്ടാവും. ഒരു പക്ഷേ സ്റ്റോക്ക് ഔട്ട് ആവുകയെന്നുണ്ടെങ്കിൽ വേറെ ബീഡ്സ്, ഈ ഒരു ഷൈനി ടൈപ്പിൽ വരുന്ന വേറെ ബീഡ്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അൻഗുര ബീഡ്. ഈ ഒരു 10 mm വരുന്ന ബീഡ് 10 പീസായിരിക്കും, 8 പീസായിരിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഐസിങ് ബീഡ്. ഐസ് ബീഡ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ മാല, ഹെയർ ബോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ 2 കളറിലുള്ള ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ ഫ്ലവറും. പിന്നെ ഈ ഒരു ടൈപ്പ് സിലിണ്ടർ ടൈപ്പിൽ വരുന്ന ഗ്ലാസ് ബീഡാണ്. ഇത് പാക്കറ്റ് ആക്കിയപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ട് മാറിപ്പോയതാണ് കേട്ടോ. ഇതാണുള്ളത് ഗ്ലാസ് ബീഡിൻ്റെ പുതിയ സ്റ്റോക്കാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 10 mm വരുന്ന അൻഗുരയുടെ 10 അല്ല 12 mm വരുന്ന ഈ അൻഗുരയുടെ മൾട്ടി കളറിൽ വരുന്ന ബീഡും നമ്മുടെ വയർ ഹെയർ ബോയ്ക്കുള്ള എൻഡ് ബീഡ്സും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷൈനി ടൈപ്പിൽ തന്നെ വന്നിട്ടുള്ള ഒരു 6 mm വരുന്ന പേസ്റ്റൽ ബീഡ്. ഷൈനി ടൈപ്പിൽ വരുന്ന ബീഡാണ് പേസ്റ്റൽ ബീഡ്. നെക്സ്റ്റ് 2 ടൈപ്പ് ഫ്ലവർ ബീഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഹെയർ ബോയിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടിയാര, ഹെയർ വെയിനൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ വരുന്ന ഈ ഒരു ഫ്ലവർ ബീഡും അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ബീഡും. ഓക്കെ, 2 ടൈപ്പിൽ, ഈ ഒരു സെയിം ആണെന്ന് ഞാൻ പറയില്ല, 2 ടൈപ്പിലുള്ള ഫ്ലവർ ബീഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ 3 or 4 mm വരുന്ന ഒരു കളർ ബീഡും ഉണ്ടാവും. ഇതുപോലെ ലൈനായിട്ട് വരുന്ന ഒരു കളർ ബീഡും ഈ ഒരു സെയിം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത്. കിറ്റിന് റേറ്റ് വരുന്നത് 450 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് കൊണ്ട് ഫ്രീ ഷിപ്പിംഗ് അല്ലല്ലോ, ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയാൻ കാരണം നമ്മൾ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇത് ഷിപ്പിംഗ് എക്സ്ട്രാ വരുമോ, ഷിപ്പിംഗ് എത്ര രൂപ എക്സ്ട്രാ വരും കിറ്റിൻ്റെ ഒപ്പം എന്ന്. അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസിന് റേറ്റ് വരുന്നത് 450 രൂപ 450. ഓക്കെ, ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ്. എക്സ്ട്രാ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഐറ്റംസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. താങ്ക് യു.